സമർപ്പണത്തോടുകൂടി യേശുവിനെ വിളിച്ചാൽ, സമർപ്പണത്തോടുകൂടി എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ചാലും സറണ്ടർ ചെയ്യുന്നു. ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നു, സറണ്ടർ ചെയ്യുന്നു. വി സറണ്ടർ. ഹോളി സ്പിരിറ്റ് പ്ലീസ് വെൽക്കം. ഹോളി സ്പിരിറ്റ് പ്ലീസ്. എല്ലാവരും ആ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാലും ഇൻവൈറ്റ് ഹോളി സ്പിരിറ്റ്, ഇൻവൈറ്റ് ഹോളി സ്പിരിറ്റ്. സറണ്ടർ വിളിച്ച് വിളിച്ചാലും, സറണ്ടർ വിളിച്ച് വിളിച്ചാലും, സറണ്ടർ വിളിച്ച് വിളിച്ചാലും, സറണ്ടർ വിളിച്ച് വിളിച്ചാലും. യെസ്, ഹോളി സ്പിരിറ്റ് വി ഇൻവൈറ്റ് യു. വി ലവ് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും കർത്താവിനോട് പറയാം, കർത്താവെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അങ്ങനെ സ്നേഹിക്കുന്നു. യേശുവെ എന്നെ സ്നേഹിക്കുന്നു, യേശുവെ ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങൾ സ്നേഹിക്കുന്നു. യെസ്, പിതാവെ ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു. എല്ലാവരും ഹൃദയം തുറന്ന് കർത്താവിനെ സ്നേഹിച്ചാലും. പലരെയും കർത്താവിന് ഹഗ് ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന് പലരെ ഹഗ് ചെയ്യാൻ താല്പര്യം. നിങ്ങളുടെ അടുത്ത് വന്ന് കർത്താവ് ഹഗ് ചെയ്യും. നിങ്ങളെ കെട്ടിപ്പിടിക്കുന്ന ചില ഭാഗങ്ങളൊന്നും ഉണ്ടാകാൻ കർത്താവ് ആശ്രയിക്കാം. Jesus, Jesus, Jesus. Holy Spirit, please come, Holy Spirit. Hallelujah. 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 കർത്താവ് പറഞ്ഞത് നിങ്ങൾ വെയിറ്റ് ചെയ്താൽ, വെയിറ്റിംഗ് അപ്പോൺ ലോർഡ്, വെയിറ്റിംഗ് അപ്പോൺ ലോർഡ്. യഹോവയെ കാത്തിരുന്നാൽ കഴുകനെ പോലെ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മൾ കാത്തിരിക്കണം. പകൽക്കാലം യേശുവിനെ കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ ശക്തി പ്രാപിക്കും. കാത്തിരിക്കുമ്പോൾ ശക്തി പ്രാപിക്കുന്നു. ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തി പ്രാപിക്കും. അവര് ചിറകടിച്ച് മുകളിലോട്ട് ഉയരും. അവര് ചിറകടിച്ച് മുകളിലോട്ട് ഉയരും. അവർ തകർന്നു പോകുന്നല്ല കർത്താവ് പറഞ്ഞത്. അവര് ചിറകടിച്ച് മുകളിലോട്ട് വരും. നമ്മുടെ ദിവസം സറണ്ടർ കൊടുത്താലും എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സറണ്ടർ കൊടുത്താലും ജീസസ്. കഴുകനെ പോലെ ചിറകടിച്ച് ഉയരണമെങ്കിൽ നമ്മൾ സറണ്ടർ കൊടുക്കണം. ദിവസത്തിൽ താഴ്ചയിരിക്കണം, കാത്തിരിക്കണം. നമ്മൾ കാത്തിരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈമിനോട് നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്നിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരൊരു ഇവിടെയൊക്കെ എങ്ങനെയാണ് ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറയും. അതിനുശേഷം അവർ ഫില്ല് ചെയ്തെല്ലാം കൊടുത്ത് നമ്മുടെ ഇൻഷുറൻസും നമ്മുടെ ID ഒക്കെ വാങ്ങിച്ച് അവർ പോയിരിക്കാൻ പറയും. അതിനുശേഷമാണ് ടൈമിൽ ഡോക്ടർ വിളിക്കുന്നത്. സോ അതുപോലെ തന്നെയാണ് യേശുവിനെ കാണണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മുടെ വിചാരം 2-3 പേര് കൂടുന്നുണ്ടെങ്കിൽ യേശു വരുമെന്നാണ്. യേശു വരും. പക്ഷെ അത് 2-3 പേര് കൂടുന്നുണ്ടെങ്കിൽ യേശു വരുന്ന വാഗ്ദത്തമാണ്. പക്ഷെ നമ്മൾ കാത്തിരുന്നെങ്കിലേ വരത്തുള്ളൂ. കാത്തിരിക്കാതെ പലപ്പോഴും നമ്മൾ ഈ അനുഭവിക്കുന്ന ആ ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ദൈവസാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും 2-3 പാട്ടൊക്കെ പാടി ഈ സഭയിലാണെങ്കിലും പറയത്തില്ല, 2 പാട്ട് പാടി എൻ്റെ വേഷമൊക്കെ പറഞ്ഞു, കർത്താവ് വന്നു. നോ, കർത്താവല്ല വരുന്നത്. നമ്മളിലുള്ള ദൈവസാന്നിധ്യമാണ് വെളിപ്പെട്ടത്. The Holy Spirit inside us, the presence of God inside us is going to be manifested when we come to the Ramashkar. പക്ഷെ പരിശുദ്ധ കർത്താവ് വരുന്നത് വേറെ. കർത്താവ് പിതാവിന്റെ വലത് ഭാഗത്ത് ഇപ്പോൾ ഇരിക്കുന്നു ദൈവത്തിന് വചനം പറയുന്നത്. കർത്താവിനെ നമ്മൾ ഭൂമിയിലോട് വിളിച്ചു വരുത്തണം, അതിന് ക്ഷണിച്ചു വരുത്തണം നമ്മൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവാണ് അതിന് നമുക്ക് ശക്തി തരുന്നത്.
Praise God. അതിനാണ് പരിശുദ്ധാത്മാവിനെ ആദ്യം നമ്മൾ നമ്മുടെ ഭവനത്തോട് ക്ഷണിക്കുന്നത്. That's why we are inviting Holy Spirit first to our presence. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഞായറാഴ്ചത്തെ മീറ്റിംഗിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്രധാന ദൂതം വന്ന് നിൽക്കുന്നത് മനസ്സിലായി. Sunday in our meeting, I saw the chief angel came among us in the mysteries. അത് ചിലരൊന്ന് ആത്മാവ് റെക്കഗ്നൈസ് ചെയ്ത് മനസ്സിലായത് അത് പ്രധാന ദൂതനായ മീഖായേൽ എന്ന് മനസ്സിലായി. By the Holy Spirit guidance that it is the chief angel Michael. അപ്പൊ അദ്ദേഹത്തെ ഫുള്ള് ആ മിലിറ്ററി ഡ്രസ്സിലാണ് അദ്ദേഹം വന്നത്. And I saw him in the full military dress. അപ്പൊ അന്നേരം എനിക്ക് തോന്നി കർത്താവ് വരുവാൻ ചാൻസ് ഉണ്ട്. Then I knew Jesus is about to show. കാരണം കായൽ വന്നു കഴിഞ്ഞാൽ എന്റെ അർത്ഥം പുറകിൽ ആരോ വരാനുണ്ട്. We know after Michael shows up, there's somebody is accompanying him. ഹല്ലേലൂയ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിക്കുന്ന അലറുന്ന സിംഹത്തെ കാണിക്കുക. Then I saw the roaring lion. സോ അത് യേശു എന്ന് മനസ്സിലായി. I understood that's Jesus. Praise God. യേശു ഒന്ന് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യേശുവിനെ വിളിക്കണം. Jesus to visit us, we have to call upon the name of the Lord. ഞാൻ എന്റെ ഞായറാഴ്ചത്തെ മീറ്റിംഗിൽ ഞാൻ ഒരാഴ്ച മുന്നേ കർത്താവിനെ ക്ഷണിക്കും. കർത്താവ് പരിശുദ്ധാത്മാവെ അങ്ങ് മീറ്റിംഗിൽ വരണം, യേശുവെ വരണം, പിതാവെ വരണം, ക്ഷണിച്ചുകൊണ്ടിരിക്കും. In our meetings, 1 week before I invite Jesus, Holy Spirit, to come in our meetings. അതിന്റെ പേഴ്സണൽ മീറ്റിംഗിൽ ഞാൻ എന്റെ പേഴ്സണൽ പ്രയർ ഞാൻ കർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കും. പ്ലീസ് ഒന്ന് വരണം കർത്താവ്, ഒന്ന് വരണം എന്ന് പറയും. In my personal meetings also I invite Jesus come to my room, come to me. ഹല്ലേലൂയ. അതിനാണ് നമ്മൾ കർത്താവിനെ വെയിറ്റ് ചെയ്യുന്നത്. That's why we have to wait upon the Lord. 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും കർത്താവ് ഓടി വരത്തില്ല. Jesus will not come in 5 minutes or 10 minutes. നമ്മുടെ വിചാരം ഒരു താരം വിളിച്ച് അന്നേരം 2 വാക്ക് പറഞ്ഞു ഓടും. അതല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കണം അവിടെ. Prayer is waiting. ഹോളി സ്പിരിറ്റ് വന്ന് ഇപ്പോഴേ കർത്താവ് പരിശുദ്ധാത്മ ഇപ്പോഴാണ് എത്തിയത്. ഈ റൂമിൽ എത്തിയ കാര്യം ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് ആത്മാവിന്റെ സാന്നിധ്യം വന്നത്. I felt the Holy Spirit presence now. ഹല്ലേലൂയ. എന്റെ തലവഴി ഇപ്പൊ പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. Holy Spirit is flowing through my head. നമ്മള് 9 മണിക്ക് മീറ്റിംഗ് ആരംഭിച്ച് 20 മിനിറ്റ്സ് എടുത്ത് പരിശുദ്ധാത്മാവ് എത്തുവാൻ. 20 minutes for the Holy Spirit. അതുവരെ നമ്മൾ പ്രിപ്പറേഷനില്ല. നമ്മുടെ ബോഡി മൈൻഡ് നമ്മുടെ എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തോണ്ട് കർത്താവിന് സറണ്ടർ കൊടുത്തോണ്ടിരിക്കുക. We have to surrender our body, mind and emotions. We have to have a prepared system. അപ്പൊ കർത്താവ് അവിടെ വന്നിട്ടുള്ളത് എനിക്ക് ഉറപ്പായി. കാരണം എന്നെ ടച്ച് ചെയ്തു. The Holy Spirit, Jesus came and touched me now. ഹല്ലേലൂയ. അടുത്ത യേശു വരും, പുറകെ യേശു വരും. Jesus accompanying Holy Spirit. ഇത് മുന്നേ നമ്മൾ ഈ കരിസ്തം വരുന്നത് പോലെ ഏലിയാസർ വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആദ്യം എത്തിക്കഴിഞ്ഞു. Abraham saying, Holy Spirit comes first. ഇനി നിങ്ങൾ കൂടുതൽ യേശുവിനെ പറ്റി സംസാരിച്ചാൽ പരിശുദ്ധാത്മാവ് യേശുവിനെ വിളിച്ചുകൊണ്ട് വരും. The more you talk about Jesus, Holy Spirit bring Jesus to our presence. പെട്ടെന്ന് കൊണ്ടുവരും. യേശുവിനെ പറ്റി കൂടുതൽ പറഞ്ഞു പ്രസൻസ് കൂടും. The more you talk about Jesus, the presence of God is increasing. നിങ്ങൾ പൗലോസിനെ പറ്റി പത്രോസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരത്തില്ല, യേശുവിനെ കൊണ്ടുവരത്തില്ല, അല്ലെങ്കിൽ ആ ദൈവസ്ഥാനത്തെ വെളിപ്പെടുത്തില്ല. If you talk about Peter or Paul or Jesus, presence will not be there. But if you have to നിങ്ങൾ പഴയ നിയമത്തിലെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ദൈവസ്ഥാനത്തെ വെളിപ്പെടുത്തില്ല. പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. Yeah, you can preach about Old Testament and all of the people, but the presence of God shows up when you talk about Jesus. നിങ്ങളുടെ സഭയില്, നിങ്ങളുടെ വീട്ടില്, നിങ്ങളുടെ പേഴ്സണൽ പ്രയറില് എല്ലാം യേശുവിനെ ഉയർത്തും. യേശുവിനെ ഉയർത്തു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവ് യേശുവിനെ കൊണ്ടുവന്നിരിക്കും. You have to lift up Jesus' name in your personal prayer, in your church, in your place. Then Holy Spirit will bring Jesus. പരിശുദ്ധാത്മാവ് ഭയങ്കര സാന്നിധ്യമായിരിക്കും. Feel the presence of the Spirit. പരിശുദ്ധാത്മാവിന്റെ മെയിൻ ജോബ് യേശുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. The work of Holy Spirit, the main work is to lift up the name of Jesus. ഇതിന് പകരം നമ്മൾ ദൈവത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പോവാം. So today we are waiting for God. ഈ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിനെ കാത്തിരിക്കാന്ന് പറഞ്ഞാല് നിങ്ങളുടെ ആത്മാവിനെ പുതുക്കുക. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ പുതുക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിന് ദൈവത്തിനെ കാത്തിരിക്കാന്ന് പറഞ്ഞാല് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ പുതുക്കുകയാണ്.
You're renewing your spirit. നിങ്ങളുടെ സഹിഷ്ണുത പുതുക്കുകയാണ്. And you're renewing your patience. പലർക്കും സഹിഷ്ണുത കുറവാണ്, അതുകൊണ്ട് സഹിഷ്ണുത പുതുക്കുകയാണ്. Many times, many people don't have patience, so we are renewing our patience. ക്ഷമ വർദ്ധിപ്പിക്കുകയാണ്. We are renewing our patience. നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നതിന് പകരം ക്ഷമ ദൈവം കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കും. That is increasing our patience. You cannot do it by your own power. നമ്മൾ ദൈവത്തിൽ സറണ്ടർ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് പേഷ്യൻസ് വർദ്ധിക്കും. When you surrender in the presence of the Lord, you have more patience. അപ്പോൾ നമുക്ക് ക്ഷമ വർദ്ധിക്കും. Then your patience increase. നമുക്ക് സഹിഷ്ണുത വർദ്ധിക്കും. That's increase patience. ബഹളം വെച്ച കർത്താവ് വരത്തില്ല. You make too much noise. ശാന്തമായിരിക്കുന്ന കർത്താവ് വരുന്നത്. When you are peaceful and quiet place, that's what Jesus shows. ശാന്തമായിരിക്കുന്ന കർത്താവ് ഇറങ്ങി വരുന്നത്. That's what Jesus descends to you. ഡിസ്ട്രാക്ഷൻസ് ഉള്ളിടത്ത് കർത്താവ് വരത്തില്ല. Jesus will not come there when there is distractions. ഞാനിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ 20 minutes കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ദൈവസാന്നിധ്യം മനസ്സിലായത്. When I'm quiet, sitting in His presence, I felt the presence of God. ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ എനിക്കൊരു ഫോൺ കോൾ വന്നാൽ ഞാൻ പ്രസൻസ് പോകും. If I stand up and go, or if there's a phone call, the presence of God will be with me. പിന്നെ എനിക്ക് ആ പ്രസൻസ് വരണമെങ്കിൽ another 20 minutes ഞാൻ വെയിറ്റ് ചെയ്യണം. For my God's presence again, I have to wait for 20 minutes again. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസൻസ് കിട്ടത്തില്ല. That's why if you are in distractions, you will not feel that presence of God. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ മുറിക്കകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു കോർണറിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. That's why Jesus said, shut the door and enter in your room and shut the door and sit in the. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും നിങ്ങൾ ഉണ്ടായിരുന്നു പറയുന്നത്. That's what God says. You should not have any other distractions when you are in the presence of God. അതുകൊണ്ടാണ് നിങ്ങൾ മൊബൈൽ സൈലന്റ് ഇടുക, ഫ്ലൈറ്റ് മോഡിൽ ഇടുക, അങ്ങനെ എല്ലാം ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ മറക്കണം, നിങ്ങളെ തന്നെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കണം. And so you have to keep your mobile in silence and keep you away from all the distractions. നിങ്ങളുടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ മറ്റുള്ള ആപ്പിലോട്ടൊന്നും ഓടിപ്പോരുത്. And don't feel for Apple phone or anything when you're praying. നിങ്ങളുടെ ആപ്പിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൻ്റെ അകത്ത് ഡിസ്ട്രാക്ഷൻ പോകും. ആരൊക്കെ മെയിൽ അയച്ചു, ആരൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചു, മെസ്സേജ് വന്നു, നിങ്ങൾ ആരെല്ലാം വിളിച്ചു തിരിച്ചു, അങ്ങനെ നമ്മുടെ മൈൻഡ് അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. Your mind is distracted when you look at the phone, who sent me a message, who is calling me, and then your mind is away from God. സോ ദൈവത്തിന് 1 മണിക്കൂർ നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ നിങ്ങൾ ആ പ്രസൻസിൽ അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. If you're giving 1 hour to Jesus, you are sitting in His presence for that 1 hour. ആ പ്രസൻസിലാണ് നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലഷിന് ദൈവം കിൽ ചെയ്യുന്നത്. And God will or surrender your flesh in that presence of God. ആ പ്രസൻസിലാണ് നിങ്ങളുടെ ആത്മാവിനെ ദൈവം റിന്യൂ ചെയ്യുന്നത്. God is renewing your spirit in that presence of God. ആ പ്രസൻസിലാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിറയുന്നത്. And then you're filling with the Holy Spirit in His presence. ആ പ്രസൻസിലാണ് നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നത്. When you receive healing in your body. ആ പ്രസൻസിലാണ് നിങ്ങളെ പുതുക്കം പ്രാപിക്കുന്നത്. In that presence of God, you're renewing your body, your mind, emotions. ആ പ്രസൻസിലാണ് നിങ്ങൾക്ക് പോരാട്ടങ്ങളെ നിങ്ങൾ വിജയിക്കുന്നത്. In the presence of God, you're fighting with the demonic forces or enemies, and you prevail in that fight. ആ പ്രസൻസിലാണ് നിങ്ങൾ പരീക്ഷകളെ മറികടക്കുന്നത്. In that presence, you overpower the temptations in your life. ആ പ്രസൻസിലാണ് നിങ്ങളെ സമാധാനം കണ്ടെത്തുന്നത്. In His presence, you find peace. ആ കർത്താവിനെ കാണുന്നവർക്ക് ആ പ്രസൻസ് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി പുതുക്കമുണ്ടാവും. You can renew your strength when you see Jesus. എന്റെ മെസ്സേജുകളൊന്നും പ്രിപ്പറേഷൻ മെസ്സേജ് അല്ല, വന്നിരിക്കും ദൈവാത്മാവ് തരുന്ന മെസ്സേജുകൾ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ പകൽക്കാലം ദൈവസ്ഥാനത്തിൽ റിന്യൂ ചെയ്യണം നിങ്ങളുടെ സ്ട്രെങ്തിനെ. To renew your mind to be in that presence. Waiting for Jesus. Yes, waiting for Jesus. അതുകൊണ്ട് ഈ കാത്തിരിപ്പ് ഒരു നിഷ്ക്രിയല്ല, അല്ലെങ്കിൽ പ്രയോജനകരമായി തീരത്തില്ല, പ്രയോജനമായി തീരും. The waiting is not a wasting time. ഇതൊരു ആത്മീയമായ പരിശീലനമാണെന്ന് കർത്താവ് പറയുന്നത്. This is a training period in your life, a spiritual training. ഇത് ട്രെയിനിങ് ഇല്ലാതെ നമുക്ക് ഒന്നിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല.
You cannot do anything without a training or preparation. നിങ്ങൾക്ക് എന്താ പറയുക, തിയറി ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. We need theory and practical to believe. രണ്ടും നമുക്ക് ആവശ്യമാണ്. We need theory and practical in our life. എങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. Then only you can win over, succeed in your life. അതിന് യശയാപ്രവചനം 40:31 പറയുന്നത് എന്താണ്? പുതുക്കപ്പെട്ട ശക്തി. In Isaiah chapter 40 verse 31 says you have to renew your strength. പുതുക്കപ്പെട്ട ശക്തി. The strength which is renewed. പുതുക്കപ്പെട്ട ഒരു ശക്തിയോടുകൂടി നിങ്ങൾ മടങ്ങി പോകാൻ. You have to return to your home with a renewed strength. കർത്താവിനെ കാത്തിരിക്കാൻ തങ്ങളുടെ ശക്തിയെ പുതുക്കും. One wait upon the Lord shall renew their strength. അവര് കഴുകന്മാരെ പോലെ ഉയരും. They shall mount up with eagles, wings of eagles, and they shall run and not be weary, and they shall walk and not faint. കർത്താവ് നമ്മളെ പുതുക്കിയാല് ശക്തീകരിച്ചാൽ പിന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാകത്തില്ല. We will not be faint-hearted if God is renewing your strength. ക്ഷീണം ഒട്ടും ഉണ്ടാകത്തില്ല. No faint-hearted, no tiredness, no weakness. ഹല്ലേലൂയ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് മണി കേട്ട് കാണുമായിരിക്കും. You might have heard a testimony last week. ഇറാൻ വാറിൽ പോയ 2 പൈലറ്റില് ആ ഫ്ലൈറ്റ് ക്രാഷ് വന്നപ്പോൾ ഒരു പൈലറ്റ് 14 മണിക്കൂർ ഡെസേർട്ട് വഴി കാലിന് വൂണ്ടായിട്ട് തലയ്ക്ക് വൂണ്ട് വന്ന് അദ്ദേഹം 14 മണിക്കൂർ കാല് നീര് വെച്ച് യേശുവിന്റെ പുറകെ നടക്കാനിടയായി. One pilot, Hallelujah, who was escaped from the Iran war, and he was walking in the desert for 14 hours with a wounded leg and bleeding body. എനിമിയുടെ രാജ്യത്താന്ന് ഓർത്തോണം. Remember, he is in the place of enemy. ഈ പാറക്കല്ലുകൾ പാറ പർവ്വതങ്ങളുടെ ഇടവഴി നടക്കുന്നത്. And he is walking in the mountains with all the rocks and rocky mountains. ഡെസേർട്ട് വഴി നടക്കുന്നത്. And the desert which is full of sun. അതിനപ്പുറമായിട്ട് അദ്ദേഹം പല ചെക്ക് പോസ്റ്റുകളും കടന്നു പോകാനിടയായി. And he passed many checkposts while he on his journey. ചെക്ക് പോസ്റ്റിലിരുന്ന ഇറാൻ സൈന്യത്തിന് അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവർക്ക് പട്ടാളക്കാർക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. The people who were at the checkpost, the Iran people, they could not see him. Because of ജീസസിന്റെ പ്രസൻസ് വന്നപ്പോഴത്തേക്ക് അവർക്ക് അവരുടെ കണ്ണുക്ക് അത് കാണാൻ പറ്റത്തില്ല. And he was walking in the presence of God and hiding him from the Iran army. നോക്കിയേ 14 മണിക്കൂർ ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, കാലിന് മൂണ്ട് തലയ്ക്ക് മൂണ്ട ഒരു മനുഷ്യൻ ഡെസേർട്ട് വഴി ചൂടത്ത് പാറക്കെട്ടുകളുടെ ഇടവഴി യാത്ര ചെയ്യുക പറഞ്ഞാൽ കർത്താവ് അദ്ദേഹത്തെ ശക്തീകരിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. Only by the power of God, only by the strength of God, he could do that. A person 14 hours walking in the desert over the Rocky Mountains with a wounded leg and head for 14 hours. It's only by the presence of God is possible. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ശക്തി തരണം. കർത്താവ് എനിക്ക് ശക്തി വേണം. So we need to ask God, Lord, strengthen me, Lord. I need your strength. ആ തികഞ്ഞ സമയമാകുമ്പോൾ ദൈവം നമുക്ക് ശക്തിയെ നിറയ്ക്കും. In the fullness of time, God will renew you with your strength. ദൈവത്തിന്റെ സമയം പലപ്പോഴും മനുഷ്യന്റെ സമയത്തുനിന്ന് വ്യത്യസ്തമായിരിക്കും. His time is different from our time. പക്ഷേ പലപ്പോഴും ഫലം ദൃശ്യമാകാത്തപ്പം പോലും അത് തിരശ്ശീലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ പുറകില് ദൈവത്തിന്റെ പവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. Still doing is happening even when we don't see the result of the action. നിങ്ങൾക്ക് ഒരു ടയർഡ്നെസ്, നിങ്ങളുടെ ജീവിതത്തിൽ ടയർഡ്നെസ് ആണ്, നിങ്ങൾ ജീവിതത്തിൽ വിടുതൽ കിട്ടുന്നില്ല, നിങ്ങൾ കുറച്ചു നേരം ദിവസം പോയിരിക്കും. When tired, you say, Lord, I cannot pray, too weak to pray. You just sit in the presence of God. നിങ്ങൾക്ക് ടയർഡ്നെസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ, നിങ്ങൾ പ്രയാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുന്നോട്ട് നടന്നു പോകാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷീണം മറികടക്കാൻ ഒറ്റ മാർഗമുള്ള ദൈവത്തിന്റെ സന്നിധി പോയിരിക്കുക. There is only one way you can renew your strength, that's by sitting in the presence of God. യേശുവിനെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് അത് മൈൻഡിലും ബോഡിയിലും ആത്മീയിലും കർത്താവ് തരുവാനിടയാവും. Mind and body and emotion in his presence. ഹല്ലേലൂയ. അതിന്റെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So we are doing a practice in his presence now. അതിന്റെ ഒരു പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. It's a practical time. We are renewing our mind, body, emotion, the presence of the Lord. നമ്മളെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നതാണ്. Today God is building you up. അതിന്റെ ഒരു മെത്തേഡ് പ്രാർത്ഥിക്കുകയും നിർത്തുകയും ചെയ്യുക. പറഞ്ഞുകൊണ്ടിരിക്കരുത്, പ്രാർത്ഥിക്കുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. And is keep on praying and stop. അന്യഭാഷ പറയുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. If you are speaking in tongue, then stop. നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ അന്യഭാഷ പറഞ്ഞ് പഠിക്കണം.
We have to learn how to, as we speak, we have to speak in tongues. ഒരു ഭാഷ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഭാഷ ഉള്ളെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കണം കർത്താവ് എന്താ പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. When you keep on speaking, when you stop, then ask God, what is the meaning of what you're saying? നമ്മൾ അന്യഭാഷയുടെ വ്യാഖ്യാനങ്ങളോട് പിടികിട്ടിയെങ്കിൽ മാത്രമേ അന്യഭാഷയ്ക്ക് അതൊരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. It's only meaningful when you speak in tongues, only when you can interpret or you understand the language, you understand the meaning of that. നമ്മൾ അന്യഭാഷ പറയുമ്പോൾ നിങ്ങളൊന്നൊരു 2 സെക്കൻഡ് നമ്മളൊരു വാക്ക് പറഞ്ഞു, നിങ്ങളൊരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ദൈവത്തിന് വിട്ടുകൊടുത്ത് കർത്താവിന്റെ നിന്ന് ശബ്ദം കേൾക്കുവാനോ ഒരു വെളിപ്പാട് പ്രാപിക്കാനോ നമ്മൾ സമയം കൊടുക്കണം. When you speak in tongues for a few words, then you ask God what that means. Then you allow God to speak to you. ഒന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും സംസാരിക്കാം, വീണ്ടും സ്റ്റോപ്പ് ചെയ്യാം. Even though you didn't get anything, you still speak and stop, speak and stop. So God can speak to you. എന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ പറയാതെ പുതിയ സംസാരിക്കാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചാൽ പുതിയത് നമുക്ക് തരും, അത് പറയുക. Ask Holy Spirit to give you new tongues, so God will do that for you. ലോകത്തിലുള്ള എല്ലാ ഭാഷകളും നമുക്ക് സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ കർത്താവിനോട് പറയുക, കർത്താവിന്റെ ഭാഷ എനിക്ക് സംസാരിക്കാം, അപ്പൊ ദൈവം തരും. God will give you whatever you ask, and ask God, Lord, I like to speak this language, and you'll be able to speak that language. നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ സൈലന്റ് ആയിരിക്കും. എന്തിനാണെന്നറിയാവോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ വേണ്ടി ആ നിശബ്ദത അനുഗ്രഹമായി തരും. In the silence, God speaks to you. So after you speak in few tongues, then you wait for the Lord to speak to you. So you will know the work of God in your life, and you will increase faith. അതിനാണ് കാതറിൻ കോൾമാൻ എപ്പോഴും പറഞ്ഞ ബി സ്റ്റിൽ, നിങ്ങൾ ബി സ്റ്റിൽ എന്ന് പറയുന്നത് കേൾക്കാം. That's it. Be still and know that, and God, be still, so God will speak to you. നിശ്ചലമായിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. It means be quiet, be still. ബി സ്റ്റിൽ, നിങ്ങൾ ആ ഈൽഡ് ചെയ്ത് കൊടുക്കുക. അദ്ദേഹം ആ സഹോദരി പറഞ്ഞപ്പോൾ ഈൽഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്റ്റിൽ, സമർപ്പണത്തിനേക്കാൾ വലുതാണ് ഈൽഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റിൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വയറ്റ്നെസ്സിനേക്കാൾ വലുതാണ് സ്റ്റിൽനെസ്സിലോട്ട് പോകാന്ന് പറഞ്ഞാൽ. In the stillness, you're making your body, mind, emotions be still, and you're listening. You're allowing Holy Spirit to speak to you. അവിടെയാണ് റിവലേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത്. That's why you receive. സിമ്പിൾനെസ്. നിങ്ങൾ ഓർത്ത് നല്ല ഉറക്കത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ബോഡി റിലാക്സ് ആണ്, നിങ്ങളുടെ ബോഡി മരിച്ചു കിടക്കുകയാണ്, നിങ്ങളുടെ ബ്രെയിൻ റിലാക്സ് ആണ്. പിന്നെ അവിടെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്, അല്ലെ? അവിടെ നിന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. അതല്ലേ സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. സ്റ്റിൽനെസ്, നിങ്ങളുടെ ബോഡി വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കണ്ണുകൾ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ മറ്റു ആക്ടിവിറ്റീസ് ഒന്നുമില്ല, നിങ്ങൾ മറ്റു തോട്ട്സുകളൊന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു. When you're sleeping, your body is quiet. In that you're still, your body, mind, emotions are still, your brain is not active, your eyes are not active, then that's when you receive dreams when you're sleeping. അന്നേരം നമുക്ക് ഡ്രീംസിലോട് ദൈവം കൊണ്ടുപോകുന്നു. So God guide you to dreams when you're sleeping. രാവിലെ എന്നെ ഡ്രീംസ് കാണിച്ച കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്. Today God woke me up after showing me a dream. ഞാൻ എന്റെ ഡയറി ഇവിടെ എടുത്തു വെച്ചിരിക്കുക, എഴുതാനുള്ളത്. I wrote it down what I saw. അപ്പൊ ആ ഡ്രീംസ് സ്ഥലത്ത് ഞാൻ മരിച്ചു കിടക്കുന്നു, എനിക്ക് വേറെ ഒന്നും ആക്ടിവിറ്റീസ് ഒന്നുമില്ല, ഞാൻ റിലാക്സിലാണ്. ആ റിലാക്സിലാണ് കർത്താവ് എന്നോട് ഇടപെട്ടത്. When you sleep, you're relaxed. Your mind, your body is relaxed. That's when God dealt with me. അത് തന്നെ സ്റ്റിൽനെസ്. പ്രസൻസ് ഓഫ് ഗോഡ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി നമ്മുടെ ബോഡിയെ സമർപ്പിച്ച്, നമ്മുടെ ചിന്തകളെ സമർപ്പിച്ച്, നമ്മുടെ പരിശുദ്ധാത്മാവിൽ നമ്മുടെ സോളിനെ സമർപ്പിച്ച്, നമ്മുടെ ഇമോഷനെ സമർപ്പിച്ച്, പരിശുദ്ധാത്മാവി നമ്മുടെ ആ സ്പിരിറ്റ് ദൈവമായിട്ട് ഒന്നിച്ചാകുമ്പോഴാണ് നമുക്ക് റിവലേഷൻസ്, ആ സ്റ്റിൽനെസ്സിലോട്ട് ദൈവം കൊണ്ടുവന്നത്. അവിടെയാണ് നമ്മൾ കാണാൻ പറ്റും, ദൈവത്തെ കാണാൻ പറ്റുന്നത്. When you're still, when your mind, body, emotions, everything is stillness and like dead, but we are in sleep. But in the stillness, our mind and body, emotions connected to the spirit that your God shows you revelations. അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമല്ലത്. You don't get it by 1 day or 2 days, but it takes time. ആദ്യകാലങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമേ ഈ റിവലേഷൻ കിട്ടത്തുള്ളായിരുന്നു. ആദ്യകാലങ്ങളിൽ In the first times of my life for prayer, then I only have to pray to see revelation. എന്റെ വിചാരം മുഴുവൻ എനിക്ക് റിവലേഷൻ, എനിക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ എങ്കിൽ മാത്രമേ വെളിപ്പാട് കിട്ടത്തുള്ളൂ, ദൈവിക ആലോചന കിട്ടത്തുള്ള എന്റെ ഒരു ചിന്തയായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. Thinking that I can only receive revelation when I kneel down and pray. അതിനുശേഷം ദൈവം 7 വർഷങ്ങൾക്ക് മുന്നാണ്, ഞാൻ 25-30 years ആണ് കർത്താവിന്റെ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 6-7 വർഷം മുന്നാണ് ദൈവം അതിന്റെ ആ മെത്തേഡ് എന്നെ മാറ്റി തന്നത്. 25-30 years I've been
calling upon the name of God, but only before 7 years, I understood I could see revelation vision when I'm walking with, not without praying. 7 വർഷത്തെ ഒരു 6 വർഷങ്ങൾക്ക് മുന്നാണ് കർത്താവ് എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് വെളിപ്പാട് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ നടക്കുമ്പോഴും വെളിപ്പാട് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ കിടക്കുമ്പോഴും വെളിപ്പാട് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഇരിക്കുമ്പോഴും വെളിപ്പാട് കാണാൻ പറ്റും, ഞാൻ നിങ്ങളോട് ആരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വെളിപ്പാട് കാണാൻ പറ്റും, ഒരു മനുഷ്യനോട് ടോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പറ്റി ദൈവം വെളിപ്പെടുത്തുന്നു, നമ്മളൊരാളെ കാണുമ്പോൾ അദ്ദേഹത്തെ ദൈവം വിവേചിക്കുന്നു, അവിടെ ചുറ്റിലുള്ള മറ്റുള്ള ആത്മാക്കൾ ഏതാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. അത് ആ റിവലേഷനിലോട്ട് ദൈവം കൊണ്ടുപോകുന്ന ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. I have 6 or 7 years of experience that God has been showing visions when I talk to people, when I'm driving, when I am sitting, when I am going somewhere, and God shows me visions about that person. അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ തന്നെ റിവലേഷൻസ് വെളിപ്പാടുകൾ ദൈവം തരുന്നത് കണ്ണ് തുറന്ന് പിടിച്ചോണ്ടിരിക്കും. കണ്ണ് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോഴല്ല, കണ്ണ് പിടിച്ച് നിൽക്കുമ്പോൾ തുറന്ന് നിൽക്കുമ്പോൾ തന്നെ ദൈവം റിവലേഷൻ തന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെളിപ്പാടുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. Showing me visions and revelation. Even when I'm standing here with open eyes, then God is speaking to me. ഒരാൾ പ്രാർത്ഥിക്കുമ്പോഴേ തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള ആളുകൾ ദൈവം ഓൾറെഡി നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കും. God already given me the vision and revelation about that person when you start praying. ഒരാൾ ഒരു വിഷയം പറയുമ്പോൾ തന്നെ ഓൾറെഡി അതിന്റെ റിവലേഷൻ, അതിന്റെ ആ വെളിപ്പാട് ദൈവം പുള്ളി തന്നിരിക്കും. When a person is speaking about an issue, then God already given me visions. ഒരാൾ അന്യഭാഷ പറയുമ്പോൾ തന്നെ ദൈവം അതിന്റെ ആ ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കും. When somebody speaking tongue and hearing, then God already given me vision, interpretation. എന്നെ പറയാൻ കാരണം വെച്ചാൽ നിങ്ങളിത് പെട്ടെന്ന് ലഭിക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് ഓരോ ദിവസം സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ച് നമ്മൾ സന്നിധിൽപ്പിച്ച് സ്റ്റിൽനെസ്സിലോട്ട് പോയി നമ്മുടെ ബോഡിയും മൈൻഡും സോളും എല്ലാം ആ ലെവലിലായി ദൈവം ആക്കിത്തരും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അതുവരെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. So what I'm saying is, you don't get it in 1 day or 2 days, but you have to wait till, and it's a practice, and you go in the stillness and train your spiritual ears and eyes to hear and see what God has been showing you. യേശു പറഞ്ഞ എന്റെ ആടുകളിൽ ശബ്ദം കേൾക്കും, അവരെ അനുഗമിക്കുന്നു. പലരോടും ഞാനത് പറഞ്ഞിട്ട് അവർ പറഞ്ഞത് എങ്ങനെ എനിക്ക് ശബ്ദം കേൾക്കുന്നില്ല പാസ്, ഞങ്ങൾക്ക് ആരെയും ശബ്ദം ഒന്നും കേൾക്കുന്നില്ലെന്ന്. കാരണം അവരതിനുവേണ്ടി സമയം കളയുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല, അതിനുവേണ്ടി ലിസൺ ചെയ്യുന്നില്ല. Speak to some people, yeah, my sheep follows me, my sheep hears my voice, and then people say, oh, I don't hear anything, pastor. But what I'm saying is, they're not training their inner man's ears and eyes to hear or see the voice of God. 3 മാസം പ്രാക്ടീസ് ചെയ്യണം. മിനിമം ഒരു 3 മാസം പ്രാക്ടീസ് ചെയ്തെങ്കിലും അതിലോട്ട് വരത്തുള്ളൂ. You have to practice at least 3 months to hear and see. നിങ്ങളൊരു ഒരു കാറ് പെട്ടെന്ന് ഓടിക്കാൻ പറ്റരുത്. നിങ്ങൾ അതിന്റെ ഫണ്ടമെന്റൽ ആദ്യം പഠിക്കണം, ലേണേഴ്സ് എടുക്കണം, അതിന്റെ എന്താണ് പറയുക, നിങ്ങളെ ആരും പഠിപ്പിക്കണം. അതിനുശേഷം നിങ്ങൾ ടെസ്റ്റ് പാസ്സാൻ ലൈസൻസ് കിട്ടണം. അതിനുശേഷമാണ് നിങ്ങൾക്ക് റോഡിലോട്ട് പയ്യെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നീടാണ് നിങ്ങൾ 5-6 വർഷം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഒരു ഡ്രൈവറായി തരുന്നത്. It's like a driving experience. So you have to first learners, first you train, then learners, then you have to test on the road. Then it takes like 3 or 4 years, 5 years to be a good driver. ഞാൻ 12ാമത്തെ വയസ്സിൽ എനിക്ക് ലൈസൻസ് 12ാമത്തെ വയസ്സിൽ ഞാൻ ബൈക്ക് ഓടിക്കുമായിരുന്നു, 15ാമത്തെ വയസ്സിൽ ഞാൻ കാർ ഓടിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ ഉള്ളിൽ പറയുന്നത് ഞാൻ ആയിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. എത്രയോ വർഷങ്ങളായി ഞാൻ കാർ ഓടിക്കുന്നു, ബൈക്ക് ഓടിക്കുന്നു, 18 വീലേഴ്സ് ട്രക്ക് എനിക്ക് ഓടിക്കാൻ ലൈസൻസ് ഉണ്ട്. ഇപ്പോൾ ട്രെയിൻ ഓടിക്കുന്നു, ഞാൻ പാസഞ്ചേഴ്സിനെ കൊണ്ടു നടക്കുന്ന ബസ് ഓടിക്കുന്ന ബസ് ലൈസൻസ് ഉണ്ട്. അതുപോലെ വാൻ എനിക്ക് ഓടിക്കാൻ പറ്റും. പല ട്രക്ക് ഓടിച്ചിട്ടുണ്ട്, പല കാറുകൾ, ലോകത്തിലെ പല കാറുകൾ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനൊരു എക്സ്പീരിയൻസ് ആയിട്ടില്ലെന്നാണ് എൻ്റെ ഉള്ളു പറയുന്നത്. കാരണം പ്രാക്ടീസ് കൂടുന്നതനുസരിച്ച്, ഞാൻ പറഞ്ഞില്ലേ, വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കാൻ പറ്റും. I'm still thinking in my mind, I'm not a good driver. But, remember when I was 12 years old, I started riding bike. 15 years, I started driving car. And I have the license for the truck driving and all the train driving and all the other vehicles. I even take passengers in my vehicle. But still, as more experience, I think I don't know anything. I am not a good driver. അത് തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും ദൈവം വെളിപ്പാട് കാണുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ഇതന്നെ കർത്താവ് കാണിക്കുന്നു. കാരണം ഇത്രയും വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് കൺഫ്യൂഷനുകൾ വരും, നമുക്ക് അത് ക്ലാരിറ്റി കിട്ടാൻ താമസമെടുക്കും, ദൈവശബ്ദം ഒന്ന് ക്ലിയറായി കിട്ടാൻ താമസമെടുക്കും.
ദൈവമായിട്ട് കൂടുതൽ ഇത്രയും നമ്മൾ മുന്നോട്ട് പോയിട്ടും ചില സമയത്ത് കർത്താവുമായിട്ട് അങ്ങോട്ട് എന്താണ് ആഴങ്ങളൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. ഇത്രയും നമ്മൾ മുന്നോട്ട് പോയിട്ടും ചില സമയത്ത് ജഡം കയറി വരും, ദേഷ്യം കയറി വരും. മനസ്സിലായോ? ഞാൻ മനസ്സിലായല്ലോ. കാരണം ഒരു പെർഫെക്ഷനിലോട്ട് നമുക്ക് കൊണ്ടുവരുവാൻ അനേക വർഷങ്ങൾ എടുക്കും എന്നുള്ള ഞാൻ പറഞ്ഞു വരാൻ കാരണം. What I'm saying is it takes too many years to come to perfection. Even after all these years, I still sometimes get confused, no clear visions, no clear revelation, and I still confused. Lord, what is it? Then sometimes I'm angry. So it's not happening in 1 or 2 days. It takes time to be in perfection. ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് ഒരു സഹോദരി വിളിച്ച്, 49 വയസ്സുള്ള 41-42 മോന് വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവർ പറയുമ്പോഴെല്ലാം ജയിൽ എന്നെ കാണും, ഇവർ ജയിലിൽ കിടക്കുക, ഈ സഹോദരൻ ജയിലിൽ കിടക്കുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ദൈവം ആലോചന വന്നുകൊണ്ടിരിക്കുക, ജയിലിലാണെന്ന്. അപ്പോൾ അവസാനം ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഇതാ തരുന്നത്, ജയിലിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ പറയുന്നത്, ഞാൻ ഇവർ ജയിലിലാണ്. ഇപ്പോൾ മോനാണ് ജയിലിലൊന്നും അല്ല, അവർ അവരുടെ കൂടെ താമസിക്കുന്നുണ്ട്. പിന്നെ ജയിലെന്ന് പറയുന്നത് നമുക്ക് ആ വിഷൻ ദൈവം തന്നു, പക്ഷേ അത് ആത്മാവിൽ അത് വ്യാഖ്യാനിച്ച് വിവേചിച്ച് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിയൽ പോയിന്റ് മനസ്സിലാക്കുന്നത്. അയാളുടെ സോൾ ഓൾറെഡി ജയിലിലാണ്. മനസ്സിലായോ? So Vidya, 49 years old, already called me and she's asking for her son to be married. But whenever I pray for him, God showed me that he's in jail. But he's not in jail. He is living with the parents. But I have to understand in the spirit, what does that mean? So he's not literally in jail, but his spiritual life is in jail. അപ്പൊ ദൈവം ഇവരോട് പറഞ്ഞു ഇവരുടെ വിവാഹം നടക്കും, പക്ഷെ ജാതീയ മണ്ഡലത്തിൽ വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. അതിന്റെ ദൈവം വെളിപ്പാട് കാണിച്ച് ജാതീയ മണ്ഡലത്തിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കും. അപ്പൊ എനിക്കത് പറയാൻ പേടി. ഇവർ വിശ്വാസിയാണോ? ഇവര് പ്രാർത്ഥിക്കാൻ വിളിച്ചതല്ലേ, അവരുടെ ഡെലിവൻസിന് വിളിച്ചതല്ലേ? ഇവര് വേർപാട്ടിലും വിശുദ്ധിയിൽ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാനിങ്ങനെ ദൂത് തെറ്റിപ്പോകത്തില്ലേ? എന്നിട്ട് രണ്ടും കൽപ്പിച്ച് പറഞ്ഞു, നിങ്ങളുടെ മോന് ജാതീയ മണ്ഡലത്തിൽ തന്നെ വിവാഹം കഴിക്കുമെന്ന് എന്നെ കാണിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാൻ പേടിയാ. ദൈവം തന്ന വെളിപ്പാട്, പക്ഷെ പറയാൻ പേടി. ഞാൻ പറയാൻ കാരണം ദൈവം പറയുന്ന കറക്റ്റ് ആയിരിക്കും. പിന്നീട് പറഞ്ഞ് ഞാനത് മടിച്ച് പറയുമ്പോഴാണ് ആ സഹോദരി പറഞ്ഞു, പക്ഷേ ഞങ്ങളിപ്പോഴും ജാതീയ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോഴും ഇവാഞ്ചലിസ്റ്റ് ഡിനോമിനേഷനിൽ പോകുന്നവരാണ്. ഇവാഞ്ചലിസ്റ്റ് അങ്ങനെ ഒരു ഇതുണ്ട്, ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഞാൻ മാത്രമുള്ള ചെറുതായിട്ട് പെന്തിക്കോസിലേക്ക് പോകുന്നുണ്ട്, മക്കളൊക്കെ അതിൻ്റെ അകത്താണ്. അപ്പൊ ദൈവത്തിന്റെ കൺസെപ്റ്റ് ദൈവം പറഞ്ഞ കറക്റ്റാണ്. അവരിപ്പോഴും ഒരു ജാതീയ മണ്ഡലത്തിൽ നിൽക്കുന്നവരാണ്. മനസ്സിലായോ? അപ്പൊ അത് പലപ്പോഴും നമുക്ക് ഇത്രയും വർഷങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മളൊന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിൽ കർത്താവിന്റെ അരികെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ ശക്തി പുതുക്കുവാനിടയാവും. So God will renew your strength. When I was praying for this lady, God showed me that this son will be marrying a Gentile woman. And I was kind of unbelief on that. I didn't know what is to say. I thought, is she a believer? So anyway, I told, your son will be marrying a Gentile woman. And she said, that's right, I'm still evangelist. We are not Pentecostal believers. Hallelujah. So in the concept of God, we're still in Gentile situation. അവൻ മറ്റൊരു കാര്യത്തോട് കർത്താവ് ഉദ്ദേശിച്ചു നോക്കി, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആ അപ്പോസ്തലന്മാരുടെ കൽപ്പന പ്രകാരം അല്ലെങ്കിൽ അവരുടെ ഉപദേശപ്രകാരം നിൽക്കാത്ത, യേശുവിനെ ഫോളോ ചെയ്യാത്ത, സ്നാനപ്പെട്ട് വിശുദ്ധിയോടും വേർപാടും നിൽക്കാത്തവരെല്ലാം യേശുവിന്റെ മുന്നിൽ ഇപ്പോഴും ജാതികളാണ്. If they are not born again, they're not saved, they're not baptized, they're not in the name of the Father and of the Son and of the Holy Ghost, and if they're not standing in holy life and in the eyes of God, they're still Gentiles. നിങ്ങളിപ്പോ മർത്താവിൽ നിന്ന് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കർത്താവിന് മുന്നിൽ നിങ്ങൾ ജാതികളാണ്. So if you're still in Mathemite or Catholic or any belief other than the disciples, the apostles' doctrine, you're still Gentile. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ദൈവത്തെ ആരാധിക്കും, നിങ്ങൾക്ക് വിടുതൽ കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അത് കറക്റ്റാന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ അതിന് ഒരുപാട് കുറവുണ്ട്. So you may think, oh yeah, I'm in the right place. I received deliverance from God, but in the eyes of God, you're still Gentiles. As long as you're not saved, you're not baptized according to the doctrine of Jesus, and if you're not living in holiness, you're still Gentiles. ഞാൻ ഇവിടെ നിർത്തണേ പറയാൻ കാരണം നമ്മളിപ്പോൾ ശക്തിയെ പുതുക്കാൻ പോവാണ്. അടുത്ത 1 മണിക്കൂർ നിങ്ങൾ അന്യഭാഷകൾ പറയുമ്പോൾ നിർത്തി പറയുക, ദൈവത്തോട് തന്നെ വ്യാഖ്യാനങ്ങൾ ചോദിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ദൈവശബ്ദം കേൾക്കുക, കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് ശക്തി ലഭിക്കത്തോട്ട് ആത്മാവിന് വലിയ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് നമ്മൾ ശക്തി പുതുക്കുന്നത്. എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ തീ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, ഒരു ഫയറായ പരിശുദ്ധാത്മാവ് നിറയ്ക്കും. അതുകൊണ്ട് അടുത്ത 1 മണിക്കൂർ നിങ്ങൾ അന്യഭാഷകൾ പറയുക, പ്രാർത്ഥിക്കുക, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാതെ ദിവസം നിൽക്കുക. വലിയ വിടുതലുകൾ കർത്താവ് ചെയ്യും. യേശുവിനകത്ത് സംഭവിക്കണം. എല്ലാവരും മൈക്കിന്റെ മ്യൂട്ട് ഓപ്പൺ ചെയ്ത് സംസാരിച്ച് ദൈവത്തോട് സംസാരിച്ചാലും. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
So you can listen to the voice.